അങ്ങനെ നമ്മുടെ അലീന എല്ലാവരുടെ അടുത്തും യാത്ര പറയുന്നുണ്ട്. ബബിതയുടെ അടുത്തും കൃഷ്ണയുടെ അടുത്തും രോഹിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. രോഹിയുടെ അടുത്ത് പറയുന്നുണ്ട്, 2 പെങ്ങന്മാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അവർ നോക്കിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. ബബിതയുടെ അടുത്ത് യാത്ര ചോദിക്കാൻ മുമ്പ് ബബിത ദേഷ്യം വന്നിട്ട് റൂമിലേക്ക് കയറി പോകണം, എൻ്റെ അടുത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, സാരമില്ല ചേച്ചി, ഇടയ്ക്ക് അങ്ങനെയാണ്, ചേച്ചിയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് അറിയില്ല അലീന ചേച്ചിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണമോളെ, നിനക്ക് എല്ലാ കാര്യവും അറിയാലോ, അതുകൊണ്ട് നീ വേണം അച്ഛനെ എന്തെങ്കിലും ദേഷ്യം വന്നാൽ തണുപ്പിക്കാൻ. എല്ലാ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നും നിനക്കറിയാം, അപ്പോൾ നീ വേണം നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലീന ഇറങ്ങുന്നുണ്ട്. കാറിൽ പോകുന്ന ടൈമിൽ അലീന കരയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇഷ്ടമല്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് പോകുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ്, നെടുമുറിക്കൽ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് നീ പറയരുത്, നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും കൂടെയും ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ. അത് കണ്ടിട്ട് ബാലചന്ദ്രനും സങ്കടം വരുന്നുണ്ട്. ഞാൻ ആരുടെയും താൽക്കാലിക വിജയത്തിന് വേണ്ടിയല്ല പോകുന്നതെന്ന് അച്ഛനറിയാലോ, എനിക്ക് അച്ഛൻ്റെ സന്തോഷമാണ് വലുത്, അച്ഛൻ എന്നും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അച്ഛൻ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ അച്ഛൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗംഗാധരനും ശിവനും കൂടെ സംസാരിക്കുന്നുണ്ട്. വൈജയന്തി പോയ ശേഷം പോകാനാണോ ഗംഗാട്ടൻ വിചാരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ പ്രശ്നം തീർക്കാനേ നമുക്ക് സമയം കിട്ടുന്നില്ല, പിന്നെയാണ് അവളുടെ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഒരു ചെവി കൂടെ മറ്റൊരു ചെവി കൂടെ വിടാം, അതെന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞിട്ട് നടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗംഗാധരൻ അവിടെ നിന്ന് വരണമെന്നില്ല, ഞാൻ രാജീവിനെ വിളിച്ച് പറയും, അവൻ ഇനി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കമല ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അലീന അവിടെ നിന്ന് പോയി എന്ന് അറിയാൻ കഴിഞ്ഞു, രഞ്ജു ബബിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. എവിടേക്കാണ് പോയി എന്ന് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പോയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ വേറെ ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതിന് ശിവൻ പറയുന്നുണ്ട്, അലീന പോയതിൽ നീ എന്തിനാണ് സന്തോഷിക്കുന്നത്, നിനക്ക് എന്ത് ശല്യമാണ് അവൾ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ മനുവിനെ കണ്ണും കലാശവും കാണിച്ച് വശത്താക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതിന് ഗംഗാധരൻ പറയുന്നുണ്ട്, ഓരോ വേണ്ടാദിനങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്, എൻ്റെ മകൻ ജയിലിലാകാനും അവൾ തന്നെയാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ മകൻ ജയിലിലായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക, അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരൻ കമലയുടെ അടുത്ത് പറയുന്നുണ്ട്. കമലയോട് ദേഷ്യപ്പെട്ട് ശിവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, അവൾ പറയുമ്പോൾ നീ എന്തിനാ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കുന്നത്, അവൾക്ക് ഒരുപാട് ദേഷ്യം വരികയല്ലേ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്ത് അതും കൂടി പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവൾ പിന്നെയും തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ തുടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അവരൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വൈജയന്തിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.